തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സര ചിത്രം തെളിയുന്നു. സിറ്റിംഗ് എംഎൽഎ വി.കെ. പ്രശാന്തിനെ നേരിടാൻ യു.ഡി.എഫിനായി കെ. മുരളീധരൻ തിരിച്ചെത്തും. ബി.ജെ.പിയിൽ വട്ടിയൂർക്കാവ് ലക്ഷ്യമിട്ടാണ് മുൻ അധ്യക്ഷൻ കെ. സുരേന്ദ്രന്റെ നീക്കം. ഇന്ത്യ വൺ എക്സ്ക്ലൂസീവ്. കെ. മുരളീധരൻ വടകര ലോക്സഭാ മണ്ഡലത്തിലേക്ക് കൂടുമാറിയതോടെ വന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് വട്ടിയൂർക്കാവ് മണ്ഡലം LDF പിടിച്ചെടുത്തത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ബ്രോ ആയിരുന്ന വി.കെ. പ്രശാന്തിനെ കളത്തിലിറക്കിയായിരുന്നു LDFന്റെ രാഷ്ട്രീയ നീക്കം. പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രശാന്ത് ഭൂരിപക്ഷം കൂട്ടി വിജയം ആവർത്തിച്ചു. UDF സ്ഥാനാർത്ഥിയായിരുന്ന വീണ എസ് നായർ അന്ന് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. നിലവിലെ കോർപ്പറേഷൻ മേയർ വി രാജേഷ് ആയിരുന്നു BJP സ്ഥാനാർത്ഥി. ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ വട്ടിയൂർക്കാവിലെ ചിത്രം മാറുകയാണ്. വമ്പൻ പോരാട്ടത്തിനാണ് വട്ടിയൂർക്കാവിൽ കളമൊരുങ്ങുന്നത്. LDFനായി മണ്ഡലം നിലനിർത്താൻ വി.കെ. പ്രശാന്ത് തന്നെ ഇത്തവണ മത്സരത്തിനിറങ്ങും. മണ്ഡലം തിരിച്ചുപിടിക്കാൻ കെ. മുരളീധരനോളം പോന്ന പോരാളിയില്ലെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ. പാർട്ടി പറഞ്ഞാൽ പോരാട്ടത്തിന് തയ്യാറാണെന്നാണ് കെ. മുരളീധരന്റെയും നിലപാട്. അല്ലാതെ പാർട്ടി വേണം തീരുമാനിക്കാം. മത്സരിക്കണോ എന്നുള്ള പാർട്ടി തീരുമാനിക്കണം. ഏത് സീറ്റ് എന്നുള്ള പാർട്ടി തീരുമാനിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്തിനൊപ്പം BJP പ്രതീക്ഷ വെക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മേൽക്കൈ പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നു. ഇതോടെയാണ് മണ്ഡലം ലക്ഷ്യമിട്ടുള്ള കെ. സുരേന്ദ്രന്റെ നീക്കം. R. ശ്രീലേഖ ഇറക്കാനായിരുന്നു BJP നേതൃത്വം ആദ്യഘട്ടത്തിൽ ആലോചിച്ചത്. എന്നാൽ ഇത്തവണ വിജയിക്കുന്ന മണ്ഡലം വേണമെന്നാണ് കെ. സുരേന്ദ്രന്റെ ആവശ്യം. എന്തായാലും കരുത്തർ കളത്തിലിറങ്ങുന്നതോടെ സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലമായി വട്ടിയൂർക്കാവും മാറും. വിജിൻ വായാന്തോട്, മീഡിയ 1, തിരുവനന്തപുരം.